നമ്മൾ ഓരോരുത്തരും രാവിലെ എണീറ്റ് സുന്ദരിയും സുന്ദരന്മാരുമായിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. ഇതിൽ എത്ര പേര് നല്ല ഹാപ്പിയസ്റ്റ് ആയി പീസ് ഓഫ് മൈൻഡിൽ ജോലിക്ക് പോകുന്നുണ്ട്? അങ്ങനെയുള്ളവരുടെ കാര്യം നത്തിങ് ടു വറി അബൌട്ട്. ഇതോടൊപ്പം തന്നെ ഇത്രയും വൃത്തികെട്ട ഒരു ജോലി എന്ന് പറഞ്ഞു പോകുന്ന എന്തോരം കൂട്ടുകാരെ നമുക്കറിയാം. നമ്മുടെ പ്രായമുള്ളവരായാലും കൂട്ടുകാരായാലും അങ്ങനെ ഒരു ഭാഗം ആളുകളുണ്ടല്ലോ. അപ്പോൾ ഈ വൃത്തികെട്ട ജോലി എന്ന് പറഞ്ഞു പോകുന്ന ആളുകളുടെ റീസൺ, എന്തുകൊണ്ടാണ് ഈ ജോലി വൃത്തികെട്ടതായത്, അല്ലെ എന്തുകൊണ്ടാണ് ഈ ജോലി മടുപ്പുള്ളതായത് എന്നുള്ളതിന്റെ കാരണങ്ങൾ, ഫാക്ടേഴ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചിപ്പു ജ്യോതിഷ് ടോക്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്, എങ്ങനെ നിങ്ങളുടെ ജോലി ആസ്വദിച്ച് ചെയ്യാം, നിങ്ങൾക്ക് ജോലി ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക്, ഹൗ ടു സസ്റ്റൈൻ ഇൻ യുവർ ജോബ്. So before that, I'm telling you one thing. If you are new to my channel, please don't forget to subscribe it, and also എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ആൻഡ് ഓൾസോ പ്ലീസ് ഷെയർ മീ യുവർ കമൻറ്റ്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. താങ്ക് യു സോ മച്ച്. നമ്മുടെ കൂട്ടുകാരും നമ്മുടെ വീട്ടുകാരും ഫ്രണ്ട്സും ചുറ്റുവട്ടമുള്ള ആളുകളൊക്കെ രാവിലെ ഈ ജോലിക്ക് പോകുമ്പോൾ നല്ല സന്തോഷമായിട്ട് ചിരിച്ച് പ്ലസൻ്റ് ആയിട്ട് ജോലിക്ക് പോകുന്ന ഒരു കാറ്റഗറി ആളുകളെ നമുക്കറിയാം. ഈ സന്തോഷത്തെ അല്ലെങ്കിൽ ഹാപ്പിയസ്റ്റായി പോയി ചെയ്യുന്ന ആളുകൾക്ക് അവിടെ ഈ ഒരു സന്തോഷത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് രണ്ട് റീസൺസ് ആവാം. പ്രധാനമായിട്ടും അവരുടെ ഓർഗനൈസേഷണൽ കൾച്ചർ, അവരുടെ ഗുഡ് എൻവയോൺമെൻ്റ് ആയിരിക്കാം. നല്ല കൊളീഗ്സ്, ഗുഡ് മാനേജ്മെൻറ്റ്, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഒരു കട്ടിപ്പിടിച്ച ടാർഗറ്റ്സ് ഇല്ലായ്മ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അവിടെ അവരുടെ സാലറി കുറച്ച് കുറവാണെങ്കിൽ പോലും ദേ വിൽ ബി ഹാപ്പി വിത്ത് ദാറ്റ്. നമ്മളെല്ലാവരും ജോലിക്ക് പോകുന്നത് നമുക്കും നമ്മുടെ കുടുംബത്തിനും സന്തോഷത്തെ ജീവിക്കാൻ വേണ്ടിയാണ്. ഈ ജോലിയും കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് സമാധാനത്തെ കിടന്നുറങ്ങാൻ പറ്റിയില്ലെങ്കിൽ കഴിഞ്ഞില്ലേ? അപ്പോൾ അതൊരു പ്രധാന റീസൺ ആണ്. സെക്കൻഡ് തിങ്, സാലറി പ്രതീക്ഷിച്ച് നല്ല പേ പ്രതീക്ഷിച്ച് പോകുന്ന ആളുകളുണ്ട്. അവരുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, എൻഡ് ഓഫ് ദിസ് മന്ത് എന്തൊക്കെ സഹിച്ച് പണ്ടാരടങ്ങിയാലും കുഴപ്പമില്ല, എൻഡ് ഓഫ് ദിസ് മന്ത് നല്ല പേ കിട്ടുമല്ലോ, അത്യാവശ്യം കാശ് കിട്ടുമല്ലോ, മതി എന്ന് പറഞ്ഞു പോകുന്നവരുമുണ്ട്. ഈ രണ്ട് രീതിയിൽ പോകുന്ന ആളുകൾക്കും ദേ ആർ ഹാപ്പി വിത്ത് ദിയർ ജോബ് ഫൈനലി ആണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ജോലിയെ വെറുത്ത്, ജോലിയെ ഇഷ്ടമല്ലാതെ എങ്ങനെയെങ്കിലും വേറൊരെണ്ണം കിട്ടുന്നവരെ പിടിച്ചു നിൽക്കുക എന്നും പറഞ്ഞു പോകുന്ന ആളുകളുമുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന ഒരു 5 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഈ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്നുള്ളത് കണ്ടുപിടിക്കുക. വെൽ, വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ 5 സിമ്പിൾ ടിപ്സ് ഫോർ ഹൗ ടു സസ്റ്റൈൻ ഇൻ യുവർ ജോബ്. അല്ലെങ്കിൽ ഈ പറയുന്ന 5 കാരണങ്ങൾ കൊണ്ടാണോ ഈ ജോലിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്തത്, ഒരു ഫ്രീക്വന്റ് ജമ്പിങ് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് നമുക്ക് ഈ പോയിന്റ്സിൽ കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പോയിന്റ് ഈസ് കോൺട്രഡിക്ഷൻ എമോങ് ദ ഓഫർ ആൻഡ് ദ എൻവയോൺമെന്റ്. നിങ്ങൾ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ ഓഫറും നിങ്ങൾ അവിടെ ചെന്ന ശേഷം നിങ്ങൾ ഫേസ് ചെയ്യുന്ന സർപ്രൈസസും ആകാം നിങ്ങളുടെ ഒരു പ്രധാന പ്രശ്നം. ഇതുവരെയുള്ള എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടുള്ള ആളുകളുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്, ഓഫർ വന്ന സമയത്ത് ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടെ വന്ന സമയത്ത് ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്, ഇപ്പം എന്താ ഇങ്ങനെ? പറയുന്ന കാര്യം അല്ല പ്രവൃത്തിയിൽ വരുന്നത് എന്ന് കണ്ടാൽ നമുക്ക് തുടരാൻ പറ്റത്തില്ല. ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡു നോട്ട് ക്രിയേറ്റ് എനി പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് എനി സ്റ്റാഫ്. ഒരു സ്റ്റാഫുമായിട്ടും ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പും ചെന്ന ഉടനെ തന്നെ ക്രിയേറ്റ് ചെയ്യരുത്. കാരണം നമ്മൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി ആദ്യം തന്നെ കൊടുക്കരുത്. ബി എ ഗുഡ് ലിസണർ ഓൺലി. നല്ലോണം കേൾക്കുക മാത്രം ചെയ്യുക. ഒരുപാട് സംസാരിച്ച് ഞാൻ ഇന്നതാണ്, ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടി, ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടാണ് വന്നത് എന്നുള്ള കാര്യങ്ങൾ പറയരുത്. ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. ഡെഫിനറ്റ്ലി നമ്മൾ ഒരു കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞ് ആ ചെല്ലുന്ന ഫസ്റ്റ് ഡേ അല്ലെ സെക്കൻഡ് ഡേ അല്ലെ തേർഡ് ഡേ ആ രീതിയിലായിരിക്കത്തില്ല മുന്നോട്ടുള്ള പോക്ക്. അത് നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് പ്രഷർ വരാം, കൊളീഗ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഷർ വരാം. ബിക്കോസ് ദേ ആർ വർക്കിംഗ്, നമ്മളവിടെ പോകുന്നു ജോലി ചെയ്യാനാണ്. സോ ദർ ഈസ് പ്രഷർ. ആ പ്രഷർ ഡെഫിനറ്റ്ലി വിൽ കം ടു അസ്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം എന്ന് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പം ഈ ഓർഗനൈസേഷണൽ ഈ ഒരു പ്രഷർ വരും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഈ ഇപ്പം ചിരിച്ച് കളിച്ച മാനേജർ നാളെ എന്നോട് ചിരിക്കത്തില്ല എന്നുള്ള കുറച്ച് കാൽക്കുലേഷൻസും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പോകാനായിട്ട്.
ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഈസ് സാറ്റിസ്ഫാക്ഷൻ ടു യു ആൻഡ് യുവർ ബെനഫിഷ്യറി. ഈ ജോലി ചെയ്യുന്ന നിങ്ങൾക്കും നിങ്ങൾ വഴി റിസൾട്ട് കിട്ടുന്ന ആരോ, കസ്റ്റമറോ നിങ്ങളുടെ കൊളീഗോ ആരോ നിങ്ങളുടെ എംപ്ലോയറോ, അവർക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. ഇല്ലാതെ നിങ്ങൾ എത്ര ചത്ത് കിടന്ന് പണിയെടുത്തിട്ടും കാര്യമില്ല. രണ്ടു പേരുടെയും ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ജോലിയിൽ ഉണ്ടായിരിക്കണം. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ഡോക്ടറിന് ഞങ്ങളെയും വ്യക്തിപരമായി അറിയാം, ഞങ്ങൾക്ക് ആ ഡോക്ടറിനെയും വ്യക്തിപരമായി അറിയാം. പക്ഷെ ഞങ്ങൾ അന്ന് ചെന്ന ദിവസം ഞങ്ങൾ ആ ഡോക്ടറിൽ കണ്ടത് ആ പേഴ്സണാലിറ്റി ആയിരുന്നില്ല, എന്നും കണ്ടിരുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നില്ല. ബിക്കോസ് അവർ ഭയങ്കര ആംഗ്രി ആയിട്ട്, അമ്മയ്ക്ക് പനിയായിട്ടാണ് ചെന്നത്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് പനി, തലവേദന ഉണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു തലവേദന ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പിന്നെ പനി വന്ന തലവേദന വരത്തില്ലേ, നിങ്ങൾ പോയി റെസ്റ്റ് ചെയ്യും, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഇങ്ങനെയാണ് അവരെന്നോടും എൻ്റെ അമ്മയോട് എന്നോടും പറഞ്ഞത്. ഞങ്ങൾ വല്ലാതെ ആയിപ്പോയി. അമ്മ തീരെ ഡള്ളായി വയ്യാത്തൊരവസ്ഥയിലാണ് അവിടെ ചെന്നത്. ഞങ്ങൾക്ക് തൊട്ട് പുറകെ കയറി വന്നവരുടെ ഫേസ് ഞങ്ങൾ കണ്ടിട്ടാണ് ഓൾറെഡി ചെന്നത്. ഞങ്ങൾക്ക് ശേഷം പോയി വന്ന ഒരു പേഷ്യൻറ്റും ഞങ്ങളോട് ഇതേപോലെ തന്നെ പറഞ്ഞു, ഇവരെന്താ ഇങ്ങനെ, അവർ ഫസ്റ്റ് ടൈം വരികയാണ്, ഇവരെന്താ ഇങ്ങനെയാണോ വരുന്നത്, ഞങ്ങളൊരു യാത്രക്കിടയ്ക്ക് വയ്യാതെയായിട്ട് ഹോസ്പിറ്റലിൽ വന്നതാ എന്നവർ പറയാനിടയുണ്ടായി. ഞങ്ങൾക്ക് തൊട്ട് പുറകിൽ കയറിയ ആ പേഷ്യൻറ്റിനും വി നോ ദ ഡോക്ടർ, ഞങ്ങൾക്ക് ഡോക്ടറിനെ അറിയാം. ബട്ട് ഞങ്ങൾക്ക് ശേഷം അകത്ത് കയറിയ ആ പേഷ്യൻറ്റിന് ഷി വാസ് ന്യൂ ടു ദ ഹോസ്പിറ്റൽ. അവർക്ക് അറിയില്ല, അവരൊരു ട്രാവലിംഗിൽ എന്തോ വയ്യാതെയായിട്ട് അവിടെ വന്നതാണ്. അവർ ഭയങ്കര മോശമായിട്ടാണ് അവർ സംസാരിച്ചത്. അവിടുത്തെ നേഴ്സസ് ഒക്കെ അത് കേട്ടു. അതിൻ്റെ റീസൺ എന്താവാം, ഇവർക്ക് ഇവരുടെ ജോലിയോടുള്ള ഇഷ്ടക്കേടല്ല, ആ സമയത്തുണ്ടായ എന്തോ ഒരു പെർട്ടിക്കുലർ കാരണം, അല്ലെങ്കിൽ അന്ന് രാവിലെ ജോലിക്ക് വരുന്നതിന് മുൻപുണ്ടായ മേ ബി വീട്ടിലെ വഴക്കായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ വന്ന ശേഷമുള്ള എന്തെങ്കിലും ഇൻസിഡൻ്റ് ആയിരിക്കാം. അപ്പം ഇങ്ങനെയുള്ള ഇൻസിഡൻസും നിങ്ങളെ അഫക്റ്റ് ചെയ്യും. നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാത്രം ഗുണം ഉണ്ടായാൽ പോരാ, നമ്മുടെ ബെനഫിഷ്യറിക്കും റിസൾട്ട് ഉണ്ടാകണം. സെയിം ഒരു ഇൻസിഡൻറ്റ് റെയിൽവേ സ്റ്റേഷനിൽ, ഞങ്ങളുടെ നിയറസ്റ്റ് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോയ സമയത്ത് കൗണ്ടറിലിരിക്കുന്ന സാറ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോ, ഇവിടെ ഒരുപാട് തിരക്കാണ്, നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അയാളുടെ റീസൺ എന്തോ എന്നുള്ളത് ആസ് എ കസ്റ്റമർ നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. സോ ബെനഫിഷ്യറി ആരോ അവർക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. അന്നത്തെ ആ യാത്രയിൽ കംപ്ലീറ്റ് ഈ ഡോക്ടർ എടുത്ത് ഇറങ്ങിയ അതേ അവസ്ഥയായിരുന്നു. ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, വി ആർ ഹാപ്പി, സ്റ്റിൽ ഞങ്ങൾ അവിടെ തന്നെയാണ് പോകുന്നത് എൻ്റെ അമ്മയെ കാണിക്കാൻ. അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബെനഫിഷ്യറിക്ക് ഒരു നെഗറ്റീവ് ഉണ്ടാകുന്ന, ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ആ യാത്ര തീരുന്ന സമയം വരെ എൻ്റെ മൈൻഡിൽ ഇയാളെന്താ ഇങ്ങനെ, കസ്റ്റമർ ഈസ് എ കീ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ കേട്ടിട്ടുള്ളത്. ദെൻ വൈ ഹി വാസ് ലൈക്ക് ദാറ്റ് ടു മീ എന്നൊരു എൻ്റെ മൈൻഡിൽ കയറിപ്പോയ ഒരു വലിയ തിങ്കിങ് ആണ്. സോ സാറ്റിസ്ഫാക്ഷൻ ടു യു ആൻഡ് യുവർ ബെനഫിഷ്യറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ജോലിക്ക് പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ബെനഫിഷ്യറിയും സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുക. തേർഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് മോർ എനർജി ഓൺ യുവർ വർക്ക്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് നല്ല എനർജിയോടുകൂടി ചെയ്യണം. അതായത് ഇപ്പം നമ്മൾ പറയുകയാണ്, എനിക്ക് പ്രസംഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഞാനൊരു വലിയ ഒരു ടാക്റ്റീവായിട്ടുള്ള ഒരാളാണ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്ന ആളിന് അതൊരു കത്തിയായിട്ട് തോന്നിയാൽ പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതിൽ ഞാൻ വലിയ പ്രസംഗക്കാരനാണെന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് എന്തോ അതിൽ നിങ്ങൾ ആക്റ്റീവായി എനർജറ്റിക് ആയി റിസൾട്ട് കൊടുക്കാൻ ശ്രമിക്കുക. സോ കീപ്പ് ഇൻ യുവർ മൈൻഡ്, യു ഷുഡ് ബി എനർജറ്റിക് അറ്റ് ദ ടൈം ഓഫ് യുവർ വർക്ക്. ഗുസ്തിമാനെ പോലെ ഇരിക്കണമെന്നല്ല, വർക്ക് ചെയ്യുന്ന സമയത്ത് ആക്റ്റീവായിരിക്കാം. ഓക്കെ. ആൻഡ് ദ ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് നെവർ ഡൾ. ഒരിക്കലും ചടഞ്ഞുകൂടി ഉറക്കം തൂങ്ങി ജോലി ചെയ്യാതെ ആ ഒരു അപ്രോച്ച് ഒഴിവാക്കുക. ജോലിയിൽ ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ HR-ലാണെങ്കിൽ രാവിലെ വരുന്നു, അറ്റൻഡൻസ് ഷീറ്റ് നോക്കുന്നു, ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് നോക്കുന്നു. ഇവിടുത്തെ കേസാണെങ്കിൽ ഇക്കാമ എക്സ്പയർ ആയോ, അല്ലെങ്കിൽ സാലറി പെൻഡിങ് ഉണ്ടോ, ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ വർക്കാണ്, ഡെയിലി വർക്കുകളാണ്. ഇതൊക്കെ തന്നെയല്ലേ എന്നും ചെയ്യുന്നതെന്നും പറഞ്ഞിങ്ങനെ വെറുത്ത് മടിച്ച് കുത്തി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതെൻ്റെ ജോലിയാണ്. ഈ പറഞ്ഞ ബാക്ക് അറ്റ്മോസ്ഫിയറും ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ചെയ്തു പോയിക്കൂടെ, ഹാപ്പി ആയിട്ട് ഇരുന്നൂടെ? സി, നമ്മൾ എന്നും ശ്വാസം എടുക്കുന്നുണ്ട്, എപ്പോഴും ശ്വാസം എടുക്കുന്നുണ്ട്. എപ്പോഴും തന്നെയല്ലേ ചെയ്യുന്നതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്നും ആഹാരം കഴിക്കുന്നുണ്ടോ, ഇന്ന് ആഹാരം കഴിക്കേണ്ട, അന്നും കഴിക്കാതിരിക്കാൻ പറ്റുമോ? വേറൊരു രീതിയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും, പക്ഷേ ഫൈനലി ഫുഡ് തന്നെയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന ജോലി മടുപ്പില്ലാതെ ഡള്ളാവാതെ ചെയ്യാം. Now we are going to the last point, in parallel relationship with the remuneration and the performance.
മടുപ്പിച്ച് കളയുന്ന ഒരു കാര്യം തന്നെയാണ്. ആരുടെയും കുറ്റമല്ല. അതായത് നമ്മൾ എത്ര പണിയെടുത്താലും എനിക്ക് എൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഒരു പേ റൈസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇൻക്രിമെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ അഫക്റ്റ് യുവർ വർക്ക്. അതൊരു കാരണം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അതിന് ചെയ്യേണ്ട കാര്യം HR-നെ കണ്ട് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തേക്കുക. അല്ലാതെ ജോലി വെറുത്ത് മടുത്ത് കളഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ അവർ നമ്മളെ സൊല്യൂഷൻ ചെയ്തു തരും. ഇഫ് യു ഹാവ് എ ഗുഡ് പൊട്ടൻഷ്യൽ ബേസ്ഡ് അപ്പോൺ യുവർ പെർഫോമൻസ് അപ്രൈസൽ, നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യാതെ റെമ്യൂണറേഷൻ്റെ കാര്യം അപ്രോച്ച് ചെയ്യുക HR-നോട്. അത് പറയാൻ മടി കാണിക്കരുത്. ഓക്കെ, പിന്നെ വേറൊരു പറ്റം മാനേജ്മെൻ്റ് ഉണ്ട്. എത്ര പണി ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, അവർ ആ ഒരു റേഞ്ച് വിട്ടുള്ള കളിയൊന്നും കളിക്കത്തില്ല. അവർ ആ ഒരു റേഞ്ച് തന്നെ തരത്തുള്ളൂ. അങ്ങനെയുള്ളിടത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, വിട്ടിട്ട് പോവാ. ഓക്കെ, വെൽ, അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ 5 പോയിന്റ്സ് നിങ്ങളുടെ ജോലിയിൽ തുടരാൻ അനുവദിക്കാത്ത കാരണങ്ങളിൽ പെട്ടതാണെങ്കിൽ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ റിസോൾവ് ചെയ്യാം എന്ന് ചിന്തിച്ച് തീരുമാനിച്ചോളുക. ഓക്കെ, സോ അതേപോലെ തന്നെ ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും, ആൻഡ് ഓൾസോ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.